നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തുമെന്ന VD സതീശൻ. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിസ്മയമുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ്. ലക്ഷ്യ 2026 കർമ്മ പദ്ധതി അവതരിപ്പിച്ച VD സതീശൻ. സംസ്ഥാനത്തെ സാഹചര്യം UDFന് അനുകൂലമെന്ന് കനകോലു റിപ്പോർട്ട്. ബോംബ് പോലെ പൊട്ടുമെന്ന പരിഹാസവുമായി MV ഗോവിന്ദൻ മാസ്റ്റർ. ശബരിമലയിൽ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്ന് സുപ്രീം കോടതി. നടന്നത് വലിയ ക്രമക്കേട്. ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കണമെന്ന മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകി ഹൈക്കോടതി. അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തി. തിരുവനന്തപുരം നിയമത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ വ്യക്തത വരുത്തി മന്ത്രി V ശിവൻകുട്ടി. നിയമത്ത് താൻ മത്സരിക്കില്ല എന്നല്ല പറഞ്ഞത്. ഞങ്ങൾ ആരും സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കാറില്ല. ആര് മത്സരിക്കണമെന്നത് പാർട്ടി തീരുമാനിക്കും. നിയമത്ത് പൂട്ടിച്ച അക്കൗണ്ട് BJPക്ക് തുറക്കാനാകില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി. നിയമം മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ നിയമത്തിൽ ഞാൻ മത്സരിക്കാനില്ല ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല. ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കി. വിജ്ഞാപനമിറക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ്. നടപടി തൊണ്ടി മുതൽ നശിപ്പിച്ച കേസിൽ കോടതി ശിക്ഷിച്ചതോടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒഴിവ് വന്നതായി വിജ്ഞാപനം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയ ശ്രീലേഖ. മേയറായി പരിഗണിക്കുമെന്ന BJP നേതൃത്വം പറഞ്ഞിരുന്നു. VV രാജേഷിന്റെ കാര്യം അറിയിച്ചത് അവസാന നിമിഷം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും പാർട്ടി നിർദ്ദേശിച്ചാലും മത്സരിക്കില്ലെന്നും ശ്രീലേഖ പറഞ്ഞത്. വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്. ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ. എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ ഈ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. പ്രതികരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി മേയർ VV രാജേഷ്. ഓൺലൈൻ വാർത്തകൾക്കപ്പുറം തനിക്ക് ഒന്നും അറിയില്ലെന്നും മറുപടി. NSS നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. മന്നം സ്മാരകത്തിലെ സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തന്നെ അനുവദിച്ചില്ല. ഗേറ്റ് കീപ്പറെ കാണാനല്ല താൻ പെരുന്നയിലെത്തിയതെന്നും സ്മാരകം ആരുടെയും കുത്തകയല്ലെന്നും ആനന്ദബോസ്. വിമർശനം ഡൽഹിയിൽ NSS സംഘടിപ്പിച്ച മന്നം ജയന്തി ആഘോഷവേദിയിൽ. ഒരു കാര്യം ഓർക്കണം, ഗേറ്റ് കീപ്പേഴ്സ് അവരെ കാണാനല്ല ഞങ്ങൾ വരുന്നത്. ഞാൻ പിന്നെ വരുന്ന NSSൽ പോകുന്നത് ഇപ്പോഴുള്ളവരെ കാണാനല്ല, അവരെ ബഹുമാനിക്കുന്നത് സത്യമാണ്. പക്ഷേ വന്ന ആചാര്യന് ആദരവർപ്പിക്കാനാണ്. അതിനുള്ള ഒരു അവസരം കിട്ടുന്നില്ലെന്ന് സങ്കടപൂർവ്വം പറയുകയാണ്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. മറ്റ് 5 പ്രതികൾക്കും ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി. പ്രതികൾ നടത്തിയത് ഇന്ത്യയുടെ പരമാധികാരത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കുമെതിരായ യുദ്ധമെന്ന നിരീക്ഷണം. പ്രഥമദൃഷ്ട്യാ കുറ്റങ്ങൾ തെളിഞ്ഞെന്നും സുപ്രീം കോടതി. വിചാരണ നീണ്ടുപോയത് നീതി നിഷേധമായി കണക്കാക്കാനാവില്ലെന്നും കോടതി. വെനസ്വലയ്ക്ക് പിന്നാലെ കൊളംബിയയ്ക്കും മെക്സിക്കോയ്ക്കും ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. മയക്കുമരുന്ന് കടത്ത് തടഞ്ഞില്ലെങ്കിൽ ഇരു രാജ്യങ്ങളെയും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ്. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ് ക്യൂബയെന്നും ട്രംപ്. വെനസ്വലയിലെ US ആക്രമണത്തിൽ 32 പൗരന്മാർ കൊല്ലപ്പെട്ടതായി ക്യൂബ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ റൂബൻ അമോറിമിനെ പുറത്താക്കി. ക്ലബിന്റെ നടപടി ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന്. അമോറിമിന്റെ മടക്കം 14 മാസത്തിന് ശേഷം. വിശദമായ വാർത്തയിലേക്കാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളോടെ അധികാരത്തിലേക്ക് എത്തുമെന്ന് കോൺഗ്രസ് നേതൃക്യാമ്പ് ലക്ഷ്യ 2026 സമാപനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് വെറും UDF അല്ലെന്നും ടീം UDF ആണെന്നും കേരളം കണ്ട മികച്ച പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉയരുമെന്നും VD സതീശൻ പറഞ്ഞു.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികർ UDF പ്ലാറ്റ്ഫോമിലെത്തും. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. UDF അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കും. നികുതി കൊള്ള നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. LDF സർക്കാരിനെ താഴെയിറക്കാൻ UDFിനേക്കാൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അവകാശവാദത്തെ പരിഹസിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. 100 സീറ്റും ബോംബ് പോലെ പൊട്ടുമെന്നും പരിഹാസം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒരു വിസ്മയവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ബോംബ് പൊട്ടുമെന്ന് പണ്ട് പറഞ്ഞിട്ട് പൊട്ടിയില്ലല്ലോ, അതുപോലെ 100 ഇടത്തും പൊട്ടുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആക്ഷൻ പ്ലാനിന് മുന്നോടിയായി ബത്തേരി ക്യാമ്പിൽ തെരഞ്ഞെടുപ്പിനുള്ള വിജയസാധ്യത റിപ്പോർട്ട് അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനായി ഓരോ മണ്ഡലങ്ങളിലെയും വിജയസാധ്യത വിശകലനം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇന്നലെ രാത്രി നടന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അവതരിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ 70 സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാണ് നീക്കം. ഏതെല്ലാം രീതിയിലുള്ള സമവാക്യങ്ങളാണ് UDFിന് അനുകൂലമാവുക, ഏതെല്ലാം മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് മത്സരിപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ പവർ പോയിന്റ് പ്രസന്റേഷനായി അവതരിപ്പിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യം UDFിന് അനുകൂലമാണെന്നും ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് സഹായകമാകുമെന്നുമാണ് കനകോലുവിന്റെ വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിലപാട് വ്യക്തമാക്കി മന്ത്രി V ശിവൻകുട്ടി. താൻ മത്സരിക്കാനില്ല എന്നല്ല പറഞ്ഞത്, പാർട്ടി തീരുമാനിക്കുമെന്നാണ് തന്റെ നിലപാട്. പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നതാണെന്നും നേമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും V ശിവൻകുട്ടി പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പെല്ലാം വരാൻ വേണ്ടി പോവുകയാണല്ലോ, നേമം മണ്ഡലത്തിൽ എന്താ സ്ഥിതി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നേമം മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മറ്റു ചില പാർട്ടികൾ ചെയ്യുന്ന പോലെ സ്വന്തമായിട്ട് നേമത്ത് ഞാൻ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരാവകാശങ്ങൾ എനിക്കില്ല. അല്ലാതെ നേമത്ത് ഞാൻ ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല. അത് തെറ്റായ ഒരു വാർത്ത അത് പറഞ്ഞതാണ്. ഞാൻ വീണ്ടും അത് എടുത്ത് ആ പറഞ്ഞ വാർത്ത ടെലിവിഷനിൽ വന്നത് റെക്കോർഡ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ നേരിൽ കേൾക്കുമ്പോൾ അതിലൊരു പ്രശ്നം കാണുന്നില്ല. പക്ഷേ നിയമമെന്ന് പറഞ്ഞ ശേഷം നിർത്തിയ ശേഷം പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനില്ലെന്ന് V ശിവൻകുട്ടി പറഞ്ഞത് ശരിയല്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. നേമത്ത് മത്സരിക്കില്ലെന്നും ഉണ്ടെന്നും പറഞ്ഞതൊന്നും ശരിയല്ല. സീറ്റ് നിർണയത്തിൽ ഒരു ചർച്ചയും പാർട്ടിയിൽ ഇതുവരെ നടന്നിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെയും ഒരുപോലെ പരിഗണിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം കണക്കിലെടുത്ത് ലീഗിന് കൂടുതൽ സീറ്റുകൾ അനുവദിക്കണം. ഇക്കാര്യം UDF യോഗത്തിൽ ഉന്നയിക്കാനും പ്രവർത്തക സമിതി തീരുമാനിച്ചു. ലീഗിന് ഇത്തവണയും വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളെ കുറിച്ച് തീരുമാനമായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിയുമ്പോൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളെ രംഗത്തിറക്കിയത് ആണായാലും പെണ്ണായാലും മുസ്ലിം ലീഗല്ലേ. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അർഹമായ പ്രാതിനിധ്യം എല്ലാ വിഭാഗങ്ങൾക്കും പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടാകും. പക്ഷേ പരിചയസമ്പന്നരും അസംബ്ലിയിൽ വേണം, പുതുമുഖങ്ങൾക്ക് അവസരവും കിട്ടണം. ഇതാണ് പാർട്ടിയുടെ പൊതു നിലപാട്.
പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്കുള്ള ചർച്ചകളിലേക്ക് മുസ്ലിം ലീഗ് നീങ്ങിയിരിക്കുന്നു. അത്തരം ചർച്ചകളാണ് ഇന്ന് കോഴിക്കോട് ലീഗ് ഹൗസിൽ ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം പ്രധാനമായും ചർച്ച നടത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 200ഓളം പ്രതിനിധികളാണ് ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ സംബന്ധിച്ചത്. അതിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ ഭാരവാഹികൾ തൊട്ട് ജില്ലാ ഭാരവാഹികൾ വരെയുള്ള നേതാക്കൾ ഇതിനകത്ത് സംബന്ധിച്ചിരുന്നു. അവർ ഓരോ ജില്ലയുടെയും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റുകളുടെ ഒരു വിജയ ഘടകം എന്തൊക്കെയാണ് എന്നുള്ളത് പ്രധാനമായും ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കുവച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയ സാധ്യത മാത്രമായിരിക്കണം മാനദണ്ഡം എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ ഇന്ന് ഉണ്ടായത്. കൂടാതെ വനിതകളെ മത്സരിപ്പിക്കാൻ വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നുള്ള കാര്യം ഇന്നത്തെ ചർച്ചയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മറ്റ് പരിചയസമ്പന്നർക്കും ഒപ്പം തന്നെ പുതുമുഖങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ലീഗ് പുറത്തിറക്കുക. കൂടാതെ ഏറ്റവും പ്രധാനമായ ചർച്ച നടന്നത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാക്കിയ പാർട്ടി എന്ന രീതിയിൽ ലീഗിന് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അത് എത്ര വരെ സീറ്റുകൾ ആവശ്യപ്പെടണമെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി നേതൃത്വത്തെ തന്നെ ഇന്നത്തെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതിയായിരിക്കും എത്ര സീറ്റുകൾ അധികമായി ചോദിക്കണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അത് വരുന്ന UDF യോഗത്തിൽ ലീഗ് നേതൃത്വം ഉന്നയിക്കും. കാരണം ലീഗിന് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. ആ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെയെല്ലാം മത്സരിച്ച് പരമാവധി UDFിൻ്റെ വിജയസാധ്യത ഉറപ്പിക്കുക എന്നുള്ളതാണ് ലീഗ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതിനു പുറമെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് സ്വീകരിക്കേണ്ട മാനദണ്ഡം, ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കേണ്ട രീതി ഒക്കെയാണ് ലീഗ് നേതൃത്വം ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്തത്. ഇതിൽ ദേശീയ നേതാക്കളായിട്ടുള്ള PV അബ്ദുൽ വഹാബും ഒപ്പം തന്നെ MP അബ്ദുൽ സമദ് സമദാനിയും CK സുബൈറും ജയന്തി രാജനും അടക്കമുള്ള നേതാക്കൾ സംബന്ധിച്ചിരുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇതിന് സ്വാഗതം പറഞ്ഞത്. ഒപ്പം തന്നെ പ്രധാനമായും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തായിരിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ജനുവരി അവസാനത്തോടു കൂടി തന്നെ ലീഗിൻ്റെ ഒരു പ്രാഥമികമായ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ലീഗ് UDF യോഗത്തിൽ ഇക്കാര്യം ആവശ്യപ്പെടും. തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിന്റെ അടിത്തറ വിപുലീകരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ അങ്ങോട്ട് പോയി ക്ഷണിക്കണമെന്നല്ല അതിന്റെ അർത്ഥമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആശയപരമായി യോജിപ്പുള്ളവരുമായി മുന്നണി തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അടിത്തറ വികസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയെ പോയി ക്ഷണിക്കണം എന്നുള്ളതല്ല. ആ രണ്ടു കൂട്ടർക്കും തോന്നുമ്പോൾ അത് മുന്നണി ചർച്ച ചെയ്യും എന്നതിനർത്ഥം. ലീഗിന് അർഹതയുണ്ട്, അതൊക്കെ മുന്നണിക്കകത്ത് സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SITക്ക് കൂടുതൽ സമയം അനുവദിച്ച ഹൈക്കോടതി. 6 ആഴ്ച കൂടി അധികമായി നൽകി. ഈ മാസം 19-ന് കേസ് വീണ്ടും പരിഗണിക്കും. SIT ഇടക്കാല റിപ്പോർട്ട് നൽകും. അന്വേഷണ പുരോഗതി അറിയിക്കുക മാത്രമാണ് ചെയ്തത്. കേസിൽ ആദ്യം ഈ മാസം 17-നായിരുന്നു അന്വേഷണ സംഘത്തിന് കാലപരിധി നൽകിയിരുന്നത്. എന്നാൽ സമയം നീട്ടി നൽകണമെന്ന് SIT തന്നെ കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അടച്ച കോടതി മുറിക്കുള്ളിലാണ് നടപടിക്രമങ്ങൾ നടന്നത്. പുതിയ CIമാരെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്താനാണ് ഹൈക്കോടതിയുടെ അനുമതി. ശബരിമല സ്വർണ്ണ കവർച്ചയിലെ മറ്റൊരു കേസ് പരിഗണിക്കവേ ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് മെമ്പർ KP ശങ്കർദാസ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. 2019-ലെ ബോർഡ് മെമ്പർമാരായ ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ എന്തിന് ഒഴിവാക്കിയെന്നും എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്നും കോടതി ചോദിച്ചിരുന്നു. ഈ പരാമർശം ഒഴിവാക്കാനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് നിലവിലെ ഹർജിയിലെ ആവശ്യങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് അംഗമെന്ന നിലയിൽ സ്വർണ്ണ കവർച്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ശങ്കർദാസിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്നും കോടതി പരാമർശം നടത്തി. വലിയ ക്രമക്കേടാണ് ശബരിമലയിൽ നടന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ ശങ്കർദാസിന്റെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് ബന്ധപ്പെട്ട കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു.
ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സുപ്രീം കോടതി പറഞ്ഞത് 100% ശരിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സ്വർണം നഷ്ടപ്പെട്ടതിൽ പാർട്ടിക്കും സർക്കാരിനും ഉത്തരവാദിത്വമുണ്ടെന്നും കൊള്ളയടിക്കപ്പെട്ട സ്വർണം എവിടെയെന്നതിൽ അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളെ വിഷമത്തിലാക്കിയ വേദനിപ്പിച്ച സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. സുപ്രീം കോടതിയുടെ അഭിപ്രായം 100% ശരിയാണ്. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് കൂടുതൽ സ്വർണം പോകുന്നു, കൂടുതൽ സ്വർണം മോഷ്ടിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ഉത്തരവാദിത്വം ഇല്ലേ? ഇത് മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ജയിലിൽ കിടക്കുന്നതെല്ലാം ആരാണ്? CPM നേതാക്കന്മാരല്ലേ? അപ്പോൾ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഈ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം ഒന്നും നിറവേറ്റാതെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും മറ്റുള്ളവർ സ്വീകരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ മന്ത്രി ആന്റണി രാജുവിനെ അയോഗ്യനാക്കി വിജ്ഞാപനമിറക്കി. കേസിൽ 3 വർഷം ശിക്ഷിക്കപ്പെട്ടതോടെയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ നടപടി. കോടതി വിധി വിശദമായി പരിശോധിച്ച ശേഷം നിയമസഭാ സെക്രട്ടേറിയറ്റാണ് വിജ്ഞാപനമിറക്കിയത്. ശിക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ നിയമപ്രകാരം ജനപ്രതിനിധിക്ക് സ്വയം ഒഴിയാനുള്ള അവസരം നഷ്ടമാകും. ഇത്തരത്തിൽ അയോഗ്യത നേരിടുന്ന കേരളത്തിലെ ആദ്യ ജനപ്രതിനിധി കൂടിയാണ് ആന്റണി രാജു. 2 വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും കോടതി ശിക്ഷിച്ചാൽ അയോഗ്യൻ എന്നാണ് സുപ്രീം കോടതി നേരത്തെയുള്ള വിധി. ഇത് പ്രകാരമാണ് ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടമായത്. വിദേശ പൗരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരെ നടപടിയെടുക്കാൻ ബാർ കൗൺസിൽ. സ്വമേധയാ കേസെടുക്കാനാണ് ബാർ കൗൺസിലിന്റെ തീരുമാനം. അഭിഭാഷക ജോലിയിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കം. അടുത്ത ബാർ കൗൺസിലിൽ തീരുമാനമെടുക്കും. ബാർ കൗൺസിൽ അച്ചടക്ക സമിതിയോട് തുടർ നടപടിക്ക് നിർദ്ദേശിക്കും. ആന്റണി രാജുവിന്റേത് നാണക്കേടുണ്ടാക്കിയ നടപടിയാണെന്നും ബാർ കൗൺസിൽ പറഞ്ഞു. ലഹരി കേസിലെ പ്രതിയെ വിദേശിയെ രക്ഷപ്പെടുത്താൻ തൊണ്ടിമുതൽ അട്ടിമറിച്ച കേസിലാണ് നെടുമങ്ങാട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജുവിനും 1ാം പ്രതിയായ ജോസിനും ശിക്ഷ വിധിച്ചത്. കേസിൽ കുറ്റപത്രം നൽകി 19 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത്. 1990 ഏപ്രിൽ 4-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിദേശ പൗരനെ രക്ഷിക്കാൻ തൊണ്ടിമുതലായ അടിവസ്ത്രം അഭിഭാഷകനായ ആന്റണി രാജു ക്ലർക്കിന്റെ സഹായത്തോടെ കോടതിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് വെട്ടിച്ചെറുതാക്കി വീണ്ടും കോടതിയിൽ വയ്ക്കുകയായിരുന്നു. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. മറ്റ് 5 പ്രതികൾക്കും സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. വിവരങ്ങൾ അതുല്യ നൽകും. പ്രധാനപ്പെട്ട പ്രതികളായ ഉമർ ഖാലിദ് അതുപോലെ തന്നെ ഷർജിൽ ഇമാം എന്നിവർക്ക് ജാമ്യം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ജാമ്യം നിഷേധിച്ച ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ഇവർ അപ്പീലുകൾ നൽകിയിരുന്നത്. നിലവിൽ 5 വർഷത്തിലേറെയായി ഈ പ്രതികൾ ജയിലിൽ തുടരുകയാണ്. 2020-ലാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉണ്ടായ ആ ഒരു വലിയ സമരത്തിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു, ദേശവിരുദ്ധ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഈ ഗവേഷക വിദ്യാർത്ഥികളായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും അതേപോലെ തന്നെ ഗവേഷക വിദ്യാർത്ഥികളുമായിട്ടുള്ള 7 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം, ഗൾഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ, ഷദാബ് അഹമ്മദ്, മുഹമ്മദ് സലീം ഖാൻ എന്നിങ്ങനെ 7 പേരെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ അടയ്ക്കുന്നത്. അതിൽ ഷർജിൽ ഇമാമിനും ഉമർ ഖാലിദിനുമാണ് ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അവർ ജയിലിൽ തന്നെ തുടരും. ഈ പ്രഥമ ദൃഷ്ട്യാ ഈ പ്രതികൾക്കെതിരായി പ്രോസിക്യൂഷൻ ചുമത്തിയിട്ടുള്ള അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ള കുറ്റങ്ങളെല്ലാം തന്നെ തെളിഞ്ഞിരിക്കുന്നതായി കോടതി കണ്ടെത്തി. 7 പേരുടെയും ജാമ്യാപേക്ഷകൾ പ്രത്യേകമായാണ് പരിഗണിച്ചത്. ഇതൊരു കൂട്ടായ ഗൂഢാലോചനയായി പരിഗണിക്കാൻ കഴിയില്ല. മാത്രമല്ല സാധാരണയായി നമ്മൾ എടുത്തു വരുന്ന കൂട്ടുത്തരവാദിത്തം ഇന്ന് ജോയിന്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. കാരണം ഓരോരുത്തരും ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം ഓരോ തീവ്രതയിലുള്ളതാണ്. 2 പേർ ഈ കുറ്റകൃത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകരാവുകയും മറ്റുള്ളവർ ആ കുറ്റകൃത്യത്തിൻ്റെ സഹായികളാവുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സഹായ
കുറ്റവാളികളിൽ നിന്നും ഈ കുറ്റകൃത്യം നടത്തിയ പ്രധാനപ്പെട്ട കുറ്റവാളികളെ വേർതിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 2 പേർക്ക് ജാമ്യം നിഷേധിക്കുകയും ബാക്കിയുള്ളവർക്ക് ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയ്ക്കും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും മേലുള്ള കടന്നുകയറ്റവും യുദ്ധവുമാണ് ഇവർ നടത്തിയത്, ഈ ഒരു കലാപാഹ്വാനത്തിലൂടെ നടത്തിയത് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. മാത്രമല്ല ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗങ്ങൾ, ഡൽഹിയിലും മറ്റും നടത്തിയ പ്രസംഗങ്ങൾ കലാപാഹ്വാനമായി കണക്കാക്കാൻ കഴിയില്ല എന്നൊരു വാദം ഷർജിൽ ഇമാമും അതുപോലെ തന്നെ ഉമർ ഖാലിദും ഉന്നയിച്ചിരുന്നു. പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ അഭിപ്രായ പ്രകടനത്തിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ പ്രസംഗങ്ങളെ കലാപാഹ്വാനമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതേസമയം കോടതിയുടെ നിരീക്ഷണം അനുസരിച്ച് UAPA ചുമത്താവുന്ന കുറ്റമായി ഈ പ്രസംഗങ്ങളെ കണക്കാക്കാൻ കഴിയും. അതായത് വാക്കാലുള്ള ആഹ്വാനത്തെ, ഒരു നിർദ്ദേശം നൽകലിനെ UAPA ചുമത്താനുള്ള കുറ്റമായി കണക്കാക്കാൻ കഴിയും എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. മാത്രമല്ല ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ്. അത് ദേശ സുരക്ഷയെയും ഭാവിയെയും ബാധിക്കുന്നത്, രാജ്യത്തിൻ്റെ ഭാവിയെയും ബാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ഈ കേസിൽ ഇവർക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഇരുവരുടെയും ജാമ്യം അപേക്ഷ തള്ളുകയും ജയിലിൽ തുടരണം എന്ന് പ്രസ്താവിക്കുകയുമായിരുന്നു. മറ്റ് 5 പേർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും 1 വർഷത്തിന് ശേഷം വീണ്ടും ഹൈക്കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിക്കാം എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മന്നത്ത് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തന്നെ അനുവദിച്ചില്ലെന്ന ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ പ്രസ്താവന ചർച്ചയാകുന്നു. ബംഗാൾ ഗവർണറായി പദവി ഏറ്റെടുക്കും മുമ്പ് മന്നത്ത് സ്മാരകത്തിലെത്തിയപ്പോൾ തനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവസരം ലഭിച്ചില്ലെന്നും മന്നത്ത് സ്മാരകം എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതല്ലേ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഡൽഹിയിലെ NSS സംഘടിപ്പിച്ച മന്നത്ത് പത്മനാഭൻ അനുസ്മരണ പരിപാടിയിലാണ് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ. താൻ മന്നത്ത് സ്മാരകത്തിൽ പോയത് ഗേറ്റ് കീപ്പറെ കാണാനല്ല, ആചാര്യന് ആദരമർപ്പിക്കാനാണ്. സ്മാരകം ആരുടെയും കുത്തകയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ മന്നത്ത് പത്മനാഭന് ഒരു സ്മാരകം പണിയണമെന്നും അതിന് ഡൽഹിയിലെ NSS നേതൃത്വം മുൻകൈ എടുക്കുക തന്നെ വേണമെന്നും അദ്ദേഹം നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ശബരിമല വാർത്തകളിലേക്ക് ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. അയ്യപ്പന് അർച്ചനയായി ശബരിമല സന്നിധാനത്ത് ഭരതനാട്യവും കുച്ചിപ്പുടിയും അവതരിപ്പിച്ച കുരുന്നുകൾ. തിരുവനന്തപുരം നെടുമങ്ങാട് നിന്നുള്ള കുട്ടികളാണ് സന്നിധാനത്ത് നൃത്താർച്ചന നടത്തിയത്. ഹൃതിക, അദ്രിജ കമൽ, ആരാധ്യ ആർ നായർ എന്നിവരാണ് ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും അരങ്ങേറ്റം നടത്തിയത്. വലിയ നടപ്പന്തലിലെ സ്വാമി അയ്യപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അരങ്ങേറ്റത്തിന് ഗുരു നെടുമങ്ങാട് അരുൺ മോഹൻ നേതൃത്വം നൽകി. തൊഴുതു ഞാൻ ഒന്നാം തിരുപ്പടിയണഞ്ഞതു മകന്തകൾ നീങ്ങി പവിത്രമനം കരുണകനഞ്ചാം തിരുപ്പടി കയറിയ മണികണ്ഠൻ നമ്മളിൽ മധുരം നിറച്ചിടും. ശരണമുഖം കല്ലും മുള്ളും കാലദോഷം ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,670 രൂപ, പവന് 1,01,360 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,520 രൂപ, പവന്
84,160 രൂപ. വെള്ളി ഗ്രാമിന് 250 രൂപ. കിലോയ്ക്ക് 2,50,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. ചിറങ്ങര അടിപ്പാതയുടെ സൈഡ് ഭിത്തി ഇടിഞ്ഞു. JCB ഉപയോഗിച്ച് അടിപ്പാതയുടെ ഭിത്തി ഉറപ്പിക്കുന്നതിനിടയിൽ JCBയുടെ കയ്യിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചതാണ് ഭിത്തി തകരുവാൻ കാരണം. അപകടത്തിൽ JCB ഓപ്പറേറ്റർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ജീവനക്കാരനെ കൊരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തിൽ ഭിത്തിയുടെ പല സ്ലാബുകളും തെന്നിമാറിയിട്ടുണ്ട്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, മറ്റൊരു ദേശീയപാത അപകടം കൂടി സംഭവിക്കുന്നു. അടിപ്പാതയുടെ സൈഡ് ഭിത്തി ഇടിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ സംഭവം നടക്കുന്നത്. ചിറങ്ങര അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതിന്റെ വശത്തുള്ള സർവീസ് റോഡിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. സർവീസ് റോഡിലെ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വാഹനങ്ങളെല്ലാം ഒറ്റ വരിയായിട്ടാണ് ഈ സർവീസ് റോഡിലൂടെ പോയിരുന്നത്. ഈ സമയത്താണ് ഈ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏകദേശം സർവീസ് റോഡിനോട് ചേർന്ന് 15 അടി ഉയരത്തോളം മുകളിലാണ് ഈ JCB ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ മണ്ണിട്ട് നിർത്തുന്നതിൽ കോൺക്രീറ്റ് ഭിത്തികൾ വെക്കുന്ന പ്രവൃത്തികളാണ് ഈ JCB ഉപയോഗിച്ച് നടന്നുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് അതുവഴി വലിയൊരു കണ്ടെയ്നർ ലോറി വരുന്നത്. ഈ കണ്ടെയ്നർ ലോറിയുടെ മുകൾ ഭാഗം ഈ JCBയുടെ ബക്കറ്റിൽ തട്ടുകയായിരുന്നു. ആ തട്ടിയ സമയത്തുണ്ടായ ആ ഇളക്കത്തിന്റെ ഭാഗമായി ഈ JCB ഓപ്പറേറ്റർ മുകളിൽ നിന്നും താഴേക്ക് വീണു. അങ്ങനെയാണ് ആ തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഈ പരിക്കേറ്റ ഇയാളെ കൊരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചികിത്സയിൽ അദ്ദേഹം അവിടെ തുടരുകയാണ്. എന്തായാലും മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടന്നു വരുന്നത് എന്നുള്ളൊരു ആക്ഷേപം കൂടി അവിടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കണ്ടെയ്നർ ലോറി വന്നാൽ പോലും ഈ JCBയുടെ ബക്കറ്റിൽ തട്ടുന്ന ഒരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും ആ JCB ഓപ്പറേറ്റർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ അപകടം ഉണ്ടായതോടുകൂടി ദേശീയപാതയിൽ എറണാകുളം ഭാഗത്തേക്കുള്ള ഈ പാതയിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ തട്ടിയ ഇളക്കം മൂലം ആ സർവീസ് റോഡിന്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തുള്ള കോൺക്രീറ്റ് ഭിത്തികൾക്ക് ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ഉറപ്പിച്ചാൽ മാത്രമേ മുകളിൽ മണ്ണിട്ട് നികത്തുന്ന പ്രവൃത്തി നടക്കുകയുള്ളൂ. എന്തായാലും ദേശീയപാത അധികൃതർ ഈ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ അതുമായി ബന്ധപ്പെട്ടുള്ള ജോലികളിലാണ് ഇപ്പോൾ. ആ ഇളകിയ കോൺക്രീറ്റ് ഭിത്തികൾ കൃത്യമായി ഉറപ്പിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി ഉറപ്പിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ മണ്ണ് ഇടിയാൻ താഴേക്ക് വാഹനങ്ങളുടെ മുകളിലേക്കൊക്കെ മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത് ഉറപ്പിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയിലാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അധികൃതർ നടത്തി വരുന്നതെന്നുള്ളൊരു ആക്ഷേപമാണ് ഈ അപകടത്തോടുകൂടി ഉയർന്നിരിക്കുന്നത്. കർത്തു ശരി, ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ തുടർക്കഥയാവുകയാണ്. ഇപ്പോൾ വീണ്ടും ദേശീയപാത തൃശ്ശൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചിറങ്ങര അടിപ്പാതയുടെ സൈഡ് ഭിത്തിയാണ് ഇടിഞ്ഞിരിക്കുന്നത്. JCB ഉപയോഗിച്ച് അടിപ്പാതയുടെ ഭിത്തി ഉറപ്പിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം എന്തായാലും ഉണ്ടായിരിക്കുന്നത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പത്തനംതിട്ട അടൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പോലീസ് ജീപ്പിലേക്ക് ഇടിച്ചു കയറിയ അപകടം. പോലീസ് ജീപ്പിൽ ഇടിച്ച ശേഷം മറ്റൊരു ബസ്സിലും ഇടിച്ചു. അപകടത്തിൽ പോലീസുകാർക്ക് ഉൾപ്പെടെ പരിക്കേറ്റു. ASI ഷിബുരാജ്, CPOമാരായ റഷാദ്, സുജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പത്തനംതിട്ട അടൂരിന് സമീപമാണ് ഇത്തരത്തിലൊരു അപകടം എന്തായാലും ഉണ്ടായിരിക്കുന്നത്. KSRTC ബസ് പോലീസ് ജീപ്പിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. പോലീസ് ജീപ്പിൽ ഇടിച്ച ശേഷം മറ്റൊരു ബസ്സിലും ഇടിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അപകടത്തിൽ പോലീസുകാർക്ക് ഉൾപ്പെടെയാണ് പരിക്കേറ്റിരിക്കുന്നത്. ASI ഷിബുരാജ് അതുപോലെ തന്നെ CPOമാരായ റഷാദ്, സുജിത് എന്നിവർക്കും പരിക്കേറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തായാലും ലഭ്യമായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് MJ ചേരുന്നുണ്ട്. പ്രസാദ്, എപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്? ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ലഭ്യമാകുന്നത്?
അതൊരു 2-3 മണിക്കൂറിന് മുമ്പാണ് നമ്മുടെ കോയിപ്പുറം പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറത്തു നിന്നുള്ള പോലീസ് ജീപ്പാണ് ഇവരെ പത്തനംതിട്ട അടിപിടി കേസിലെ പ്രതികളുമായി കൊട്ടാരക്കരയിലേക്ക് പോകുന്ന വഴിക്കാണ് അടൂര് വെച്ചാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. നിയന്ത്രണം വിട്ട KSRTC ബസ് ആദ്യം മറ്റൊരു ബസ്സിലേക്ക് ഇടിക്കാൻ ശ്രമിക്കുകയും തുടർന്ന് ബസിന്റെ നിയന്ത്രണം ഈ പ്രതികളുമായി പോയ പോലീസ് ജീപ്പിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു. വൻ ഇടിയാണ് തന്നെ ഉണ്ടായത്. പെട്ടെന്ന് തന്നെ നഗരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടാകുകയും ഓടിക്കൂടിയ നാട്ടുകാരും ഉടൻ തന്നെ അഗ്നിശമന സേനകളും സ്ഥലത്തെത്തിയാണ് ജീപ്പിലുണ്ടായിരുന്ന ASI ശിവരാജ്, റഷീദ്, സുഹിത്ത് എന്നീ പോലീസുകാരും ഒപ്പം തന്നെ പ്രതികളായ 2 പ്രതികളും അവർക്ക് പരിക്കേറ്റു. ഉടൻ തന്നെ ഇവരെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയത്തും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും കൊണ്ടുവരികയാണ്. ഈ സമയത്ത് തന്നെ ഏകദേശം ഒരു അരമണിക്കൂറോളം അടൂര് MC റോഡിലെ ചില ഗതാഗത കുരുക്കുകൾ അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി വണ്ടി നീക്കം ചെയ്തതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കാർത്തും ശരി, പത്തനംതിട്ട അടൂരിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പോലീസ് ജീപ്പിലേക്ക് ഇടിച്ചു കയറിയ ഒരു അപകടം എന്തായാലും ഉണ്ടായിരിക്കുന്നത്. പോലീസ് ജീപ്പിൽ ഇടിച്ച ശേഷം മറ്റൊരു ബസ്സിലേക്കും KSRTC ബസ് ഇടിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അപകടത്തിൽ പോലീസുകാർക്കുൾപ്പെടെ പരിക്കേറ്റു. കൂടാതെ തന്നെ പോലീസ് ജീപ്പിലുണ്ടായ പ്രതികൾക്കും പരിക്കേറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരിക്കേറ്റവരെ എന്തായാലും ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. പ്രസാദ് MJ ആണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് കട്ട് റോഡിൻ്റെ സിഗ്നൽ പിന്നെ ക്ലോസ്ഡ് ആയി കിടക്കുകയാണ്. അവിടെ നിങ്ങളുടെ അവിടെ സിഗ്നൽ ഓപ്പൺ ആയ സമയത്ത് തന്നെ ഈ വണ്ടി പാസ് ചെയ്യുന്നു. ആ വണ്ടി അവിടെ സിഗ്നൽ ചവിട്ടേണ്ട വണ്ടിയാണ്, സിഗ്നൽ ചവിട്ടാതെ വന്നു. അവിടുത്തെ ഡിവൈഡറിൽ തട്ടുന്നു, നേരെ വരുന്നു. ഇവിടെ കൺട്രോൾ കിട്ടാതെ നേരെ ഇങ്ങോട്ട് പോരും. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ശാസ്തമംഗലം കൗൺസിലർ R. ശ്രീലേഖ. വെറും കൗൺസിലറായല്ല മത്സരിക്കുന്നത്, മേയറായി പരിഗണിക്കുമെന്ന് BJP നേതൃത്വം പറഞ്ഞിരുന്നുവെന്നും അവസാന നിമിഷമാണ് VV രാജേഷിനെ പരിഗണിക്കുന്ന കാര്യം അറിയിച്ചതെന്നും ശ്രീലേഖ പറഞ്ഞു. രാഷ്ട്രീയക്കാർക്കില്ലാത്തൊരു സത്യസന്ധത തനിക്കുണ്ട്. 5 വർഷവും കൗൺസിലറായി തന്നെ തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും ശ്രീലേഖ കൂട്ടിച്ചേർത്തു. R. ശ്രീലേഖയുടെ മേയർ പ്രതികരണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്. R. ശ്രീലേഖയുടെ പ്രസ്താവനയിൽ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. ഓൺലൈൻ വാർത്തകൾക്കപ്പുറം അറിയില്ലെന്നും കോർപ്പറേഷൻ ഭരണത്തിനായി ശ്രീലേഖ ഉൾപ്പെടെ നന്നായി ഇടപെടുന്നുവെന്നും VV രാജേഷ് പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്, അതിന് കണക്കുമുണ്ട്. വഴിവിട്ട സഹായങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാണ് ഫണ്ട് വാങ്ങിയത്. വാങ്ങിയെങ്കിൽ വാങ്ങിയെന്ന് തന്നെ പറയുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആലപ്പുഴയിൽ ഞങ്ങളുടെ പണം പിരിക്കാൻ പോയാൽ അവിടുത്തെ വലിയൊരു വ്യവസായ പ്രമുഖനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ പോയി കാര്യമൊക്കെ പറഞ്ഞു, രാഷ്ട്രീയവും പറഞ്ഞു. ലാസ്റ്റ് ചോദിച്ചു, വിരോധമില്ലെങ്കിൽ ഒരു ചെറിയ സംഭാവന തന്നാൽ കൊള്ളാമെന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നാൽ ചോദിച്ചു എത്രയാണ് വേണ്ടെന്ന് ചോദിച്ചു. സൗഹാർദ്ദപരമായിട്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു അങ്ങനെയൊന്നും ഞങ്ങൾ അങ്ങോട്ടൊന്നും ഏൽപ്പിച്ചിട്ടില്ല, തിരിച്ച് ചോദിക്കാൻ വേണ്ടി. ആരോടും അങ്ങനെ ചെയ്യാറില്ല CPI. അതുകൊണ്ട് ഇത്ര വേണം എന്ന് പറയാൻ CPIക്ക് അറിയില്ല. പിന്നെ വഴിവിട്ട ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട CPIയുടെ ഭാഗത്ത് നിന്ന്. വഴിവിട്ട സഹായങ്ങൾ CPI ചെയ്യില്ല. അതുകൊണ്ട് പകരമായിട്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ട് പിരിവ് CPIക്ക് ഇല്ല. അത് ഞങ്ങൾ അന്നും പറഞ്ഞു. ഇത് സംഭവിച്ച കാര്യമാണ്. ഞാൻ പറയാൻ കാര്യം, മിനിഞ്ഞാന്നോ മറ്റോ ഒരു പേപ്പറിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, CPIക്കാർ വന്ന് കാശ് മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ കാശ് മേടിച്ചിട്ട് മുങ്ങുന്ന പാർട്ടിയല്ല CPI. കാശ് മേടിച്ചെങ്കിൽ മേടിച്ചു എന്ന് പറയും. ഇലക്ഷനുകൾക്ക് സമ്മേളനങ്ങൾക്ക് CPI ഫണ്ട് പിരിച്ചിട്ടുണ്ട്. ആ ഫണ്ടിൻ്റെ കണക്കുണ്ട്, ആ ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ അതാരും കമ്മില്ല, വിളങ്ങില്ല. വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശം സർക്കാർ ഇടപെട്ട് നിയന്ത്രിക്കണമെന്ന് മുസ്ലിം ലീഗ്. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം.
വർഗീയ നിലപാടിനെ പൂട്ടേണ്ടവർ അത് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വെള്ളാപ്പള്ളിയുടെ വിദേശ പ്രസംഗത്തിനെതിരെ കേസെടുത്തവരാണ് UDF. ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടത്തുന്ന വിദേശ പരാമർശങ്ങൾ ലീഗിനും UDFനും ഗുണം ചെയ്യുമെന്നും PMA സലാം പറഞ്ഞു. ഈ വ്യക്തിക്കെതിരെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് KPCC പ്രസിഡന്റ് പരാതി കൊടുത്തല്ലോ, കേസെടുത്തല്ലോ. അതുപോലെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. എടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞാലും ശരി, അന്ന് എടുത്തു, ഇന്ന് എടുക്കുന്നില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഞങ്ങളുടെ മനസ്സിലുള്ളത് അദ്ദേഹം തുടർന്നുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഇരട്ടി ഫലം ഞങ്ങൾക്ക് കിട്ടും, UDFന് കിട്ടും. ഒരു സമുദായത്തിനെ കരിവാരി തേക്കുന്ന നിലപാടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റേതെന്ന് PK ബഷീർ MLA. എന്തും വിളിച്ചു പറയാമെന്ന നിലയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ മാറി. പേര് നോക്കി തീവ്രവാദി പട്ടം ചാർത്തുകയാണ് അദ്ദേഹം. ഇത് അംഗീകരിക്കാനാകില്ലെന്നും PK ബഷീർ പറഞ്ഞു. എല്ലാരെ പറ്റിയും പറയാ, വർഗീയായിട്ട് പറയാ, ഒരു സമുദായത്തിനെ കരിവാരി തേക്കുക. ഇയാളെ വിചാരെന്താ, ഇയാള് വലിയൊരു സംഭവമാണെന്ന് അയാൾക്ക് തോന്നുന്നില്ലേ? കേരളീയ സമൂഹം എല്ലാവരും അയാളെ പറ്റി എന്താ മനസ്സിലാക്കിയത്? ഒരു കൂട്ടരൊക്കെ ഇങ്ങനെ വളരെ മോശമായിട്ട് മേച്ചമായി അയാൾക്ക് ഭ്രാന്തം വിചാരിച്ചിട്ടാ എല്ലാം ഇങ്ങനെ പറയണത്. ഞങ്ങൾക്ക് മറുപടി പറയാൻ അറിയിട്ടൊന്നല്ല. ഒരു പേരുണ്ടെങ്കിൽ ഒരാൾ തീവ്രവാദി ആരാ, എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിനെ താങ്ങി നടക്കുന്ന കുറെ ഭരണാധികാരികളും കുറെ വേറെ വർഗീയവാദികളും ഒക്കെയാണല്ലോ ഈ നാട്ടിലുള്ളത്. ഇതൊന്നും പൊതുസമൂഹം കാണുന്നില്ലേ? നമ്മൾ മനസ്സിലാക്കണം. മാധ്യമപ്രവർത്തകനെതിരെയുള്ള വെള്ളാപ്പള്ളി നടേശന്റെ തീവ്രവാദി പരാമർശത്തിൽ പ്രതിഷേധം. വെള്ളാപ്പള്ളി നടേശൻ പരാമർശം തിരുത്തണമെന്ന് MSF ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകന് നേരെയുള്ള പ്രസ്താവനയടക്കം വെള്ളാപ്പള്ളി നടേശൻ പിൻവലിക്കണമെന്ന് MSF ഏറനാട് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PV ആദിൻ പറഞ്ഞു. നിരന്തരം വർഗീയ പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതെന്നും അതിന്റെ എല്ലാം തിരിച്ചടിയാണ് മലബാറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെന്നും MSF ഭാരവാഹികൾ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചുകൊണ്ട് LDF ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് നേരിട്ടുകൊണ്ട് ദയനീയമായ പരാജയം നേരിടേണ്ടി വന്നത്. MSFനെ കുറിച്ച് വെള്ളാപ്പള്ളിക്ക് അറിയില്ലെങ്കിൽ നിലവിലെ കോളേജ് യൂണിയനുകളിലും യൂണിറ്റ് കമ്മിറ്റികളിലും യൂണിവേഴ്സിറ്റി യൂണിയനുകളിലെല്ലാം അന്വേഷിച്ചാൽ മനസ്സിലാവും. കേരളത്തിലെ എല്ലാ മത വിഭാഗത്തിൽപ്പെട്ടവരും MSFന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. റയീഫ് റഷീദ് MSFന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ലേബലിൽ അദ്ദേഹം വർഗീയവാദിയാണെന്നുള്ള ചാപ്പ കുത്തിയത് തികച്ചും അപലപനീയമാണ്. ആ പ്രസ്താവന വെള്ളാപ്പള്ളി നടേശൻ പിൻവലിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ ചവറ്റുകൊട്ടയിലെറിയാൻ കേരള സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം തന്നെ കേരളത്തിലെ നല്ല ജനാധിപത്യ മൂല്യത്തിൽ വിശ്വസിക്കുന്ന നല്ലവരായ ജനങ്ങളും കൂടെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് TV. ഹ്യൂറിക്സോ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ TV. 4 വർഷം വാറണ്ടി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ടാ ഹ്യൂറിക്സ് ഗൂഗിൾ TV. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള TV ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ TV by CJ സ്മാർട്ട്. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. തലശ്ശേരി അതിരൂപതയുടെ സംരംഭം. കുന്നോത്ത് ഇരിട്ടി. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. അവ ശ്രദ്ധാപൂർവം ശേഖരിച്ച് 450-ലേറെ ആധികാരിക ആയുർവേദ ഔഷധങ്ങളാക്കി മാറ്റുന്നു ഔഷധി. രാജ്യമൊട്ടാകെ സാന്നിധ്യം. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായം. ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി.
ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിന്റ് ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിന്റ് ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. Golden Diamonds, Kalpaka Building, Bypass Road, Kundoti. വാർത്തയിലേക്കാണ്. എറണാകുളം എളവൂർ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാംബ്ലാനി സമാപന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. പള്ളി വികാരി ഫാദർ മാത്യു ഇരാളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജൂബിലി സ്മാരകമായി നിർമ്മിച്ച പുതിയ പാരിഷ് ഹാളിന്റെ ആശീർവാദ കർമ്മവും മാർ ജോസഫ് പാംബ്ലാനി നിർവഹിച്ചു. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയാണ് സൗന്ദര്യം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇഫ് യു വിഷ് ടു ബി ഹാൻസം ജോയിൻ യുവർ ഹാൻഡ്സ് വിത്ത് സമ്മൺ എന്ന്. അതായത് ഹാൻസം ആകുവാൻ, സുന്ദരമായിരിക്കാൻ മറ്റുള്ളവരുമായി കൈകോർക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും നമ്മുടെ ഇടവക ഇത്രയും സുന്ദരമാകുന്നതിൻ്റെ കാരണം അത് ഈ കൂട്ടായ്മയുടെ സാക്ഷ്യമാണ്. പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. ഇടവകയിൽ സേവനമനുഷ്ഠിച്ച വികാരിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലികർമ്മവും നടന്നു. പ്രശസ്ത പരസ്യചിത്ര സംവിധായകനും നടനുമായ സിജോയ് വർഗീസ് ചടങ്ങിൽ മുഖ്യ സന്ദേശം നൽകി. ഫെറോന വികാരി റവറൻ ഫാദർ സേവ്യർ തേലക്കാട്ട് അനുഗ്രഹ സന്ദേശം നൽകി. എളവൂർ സെന്റ് മേരീസ് ദേവാലയം ആരംഭിച്ചിട്ട് 125 വർഷം പൂർത്തിയാവുകയാണ്. ഈ വാർഷിക ദിനത്തിൽ ഭൂതകാലത്തെ കൃതജ്ഞതയോടെ ഓർക്കുന്നതോടൊപ്പം വർത്തമാനകാലത്ത് ഈ പ്രദേശത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഈ ദേവാലയം ഏറെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം ഓർക്കേണ്ടതുണ്ട്. ദേവാലയത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന കൂദാശകൾ ജനങ്ങളുടെ ആത്മീയ വളർച്ചയെ സഹായിക്കുന്നു. മതബോധനം വഴി കുട്ടികളുടെ വിശ്വാസത്തെ വളർത്തുന്നു. കുടുംബ യൂണിറ്റുകൾ വഴി കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം വളർത്തുന്നു. വിൻസെന്റ് പോൾ സൊസൈറ്റി, വിമൻ വെൽഫെയർ സർവീസ് തുടങ്ങിയ സംഘടനകളിലൂടെ വേദന അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്കാണ് സമാപനമായത്. സമാപനത്തോടനുബന്ധിച്ച് വിശ്വാസ പ്രഖ്യാപന റാലിയും സ്നേഹവിരുന്നും സംഗീത സന്ധ്യയും സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ ജൂബിലി ഗാനം മധു ബാലകൃഷ്ണനാണ് ആലപിച്ചത്. എനിക്ക് വളരെ സന്തോഷവും അതുപോലെ തന്നെ ഭാഗ്യവുമായി കരുതുകയാണ് ഇവിടുത്തെ ഈ ജൂബിലി ഗാനം ആലപിക്കാൻ സാധിച്ചത്. ഈ പാരിഷ് ഹാളിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഫാദർ മാത്യു ഇരാളി, അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്ങിനാണല്ലോ അത് നടന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ഇവിടെ ആലപിക്കാം. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ചടങ്ങിൽ കൈക്കാരന്മാരായ രാജേഷ് വർഗീസ് ചിറകത്തിൽ, മാർട്ടിൻ വർഗീസ് പാത്താടൻ, സുബോധന അങ്കമാലി ഡയറക്ടർ ഫാദർ ജോസഫ് പാത്താടൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബീന രവി, ബിജു KC, മാർട്ടിൻ KG, ബൽക്കീസ് സലാം, മുൻ പഞ്ചായത്ത് മെമ്പർ പൗലോസ് കല്ലറയ്ക്കൽ, ജൂബിലി കൺവീനർ നിർമ്മൽ C പാത്താടൻ, വൈസ് ചെയർമാൻ ആന്റണി കലീലി, കൺവീനർ തോമസ് കലീലി തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. പുനർജനി പദ്ധതിയിൽ മണപ്പാട്ട് ഫൗണ്ടേഷനും സിഒയ്ക്കുമെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. പ്രതിപക്ഷ നേതാവിനെ കൂടാതെ മണപ്പാട്ട് ഫൗണ്ടേഷനും ചെയർമാൻ അമീർ അഹമ്മദിനെതിരെയും FCRA നിയമപ്രകാരം അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ.
തകർന്ന ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു പുനർജനി പദ്ധതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 2 തവണ വിജിലൻസ് അന്വേഷിച്ചു, ഒന്നും കണ്ടെത്താനായില്ലെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും വി ഡി സതീശൻ പറഞ്ഞു. ഞങ്ങൾ ബെനഫിഷ്യറിയെ കണ്ടുപിടിച്ചു, ആർക്കാണിത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഞങ്ങളൊരു ഡോണറെ കണ്ടുപിടിക്കും. ആ ഡോണർ ഈ ബെനഫിഷ്യറിക്ക്, ഗുണഭോക്താവിന് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് പദ്ധതി. ഞങ്ങൾ ഫെസിലിറ്റേറ്ററാണ് പുനർജനി. ഞങ്ങളുടെ കയ്യിലൊരു അക്കൗണ്ട് പോലുമില്ല, ഫണ്ട്. ഇനിയും ഞാൻ പറയാണ്, ഇനിയും എന്നിട്ടൊന്നും പോരാ, അന്വേഷിക്കണമെങ്കിൽ അന്വേഷിച്ചോന്നേ. ഇനി മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനും ഇനി CPM-നും എന്നെ കൊണ്ട് CBI അന്വേഷിപ്പിച്ച് CBI-കാരെ കൊണ്ട് എന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് ഇനി CBI എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ചെയ്തോ, ഒരു വിരോധമില്ല. ഞാനതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. വി ഡി സതീശനെതിരായ പുനർജനി അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് അങ്കലാപ്പെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കോൺഗ്രസിൽ വി ഡി സതീശനെ പിന്തുണയ്ക്കാത്തവരും ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം എത്തി. പേടിയുള്ളവർ എല്ലാവരും ഒപ്പം നിന്നോളൂ എന്ന് പറഞ്ഞ പുരാണ കഥാപാത്രമാണ് വി ഡി സതീശനെന്നും LDF-ന് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആർക്കാണോ ഭയമുള്ളത് അവരെല്ലാം ചുറ്റും നിൽക്കാൻ പറഞ്ഞു. പണ്ടിലാണ് കഥാപാത്രം പുരാണത്തിൽ, അതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നേതാവ് കേരളത്തിൽ. എല്ലാവരും ചുറ്റും നിൽക്കുക, പേടിയില്ലെന്ന് പറയുന്നു. ആ പേടിയില്ലെന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു പേടിയില്ലേ? കണ്ട കാഴ്ച കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പും ഒന്നായി. എന്താ അതിൻ്റെ അർത്ഥം? ഒരിക്കലും ഈ പ്രത്യേക ആളെ പിന്താങ്ങാത്തവരൊക്കെ അദ്ദേഹത്തെ പിന്താങ്ങി. കാര്യം അങ്കലാപ്പിൻ്റെ രൂക്ഷതയാണ്. ആ പാർട്ടിക്ക് അങ്കലാപ്പാണ്. പുനർജനയുടെ ഫലമായിട്ട് അന്വേഷണമുണ്ടായാൽ ആരൊക്കെ എടുക്കപ്പെടുമെന്ന് നമുക്കറിയില്ല. അത് കോൺഗ്രസ് പാർട്ടിയെ അല്ലാണ്ട് ബാധിക്കുന്നവർക്കറിയാം. അതെല്ലാം കൊണ്ടാണ് കോൺഗ്രസിൻ്റെ അങ്കലാപ്പ്. പുനർജനി കേസ് രാഷ്ട്രീയ ആയുധമാക്കേണ്ട കാര്യമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 19 കോടി രൂപയുടെ വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ശബരിമലയിൽ നടന്ന പോലെയുള്ള കൊള്ളയാണ് പുനർജനി എന്നും ഇക്കാര്യത്തിൽ പേടിച്ചുപോയി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇത് ലളിതവൽക്കരിക്കുകയാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഒരു രാഷ്ട്രീയ ആയുധമാക്കേണ്ട കാര്യമില്ല. ശബരിമല നടന്നതിന് തുല്യമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ശബരിമലയിൽ നടന്ന പോലുള്ള ഒരു കൊള്ള തന്നെയാണ് ഈ പുനർജനി സംഭവത്തിൽ നടന്നിട്ടുള്ളത്. 19 കോടി രൂപയുടെ ആക്ഷേപമാണ് വന്നിട്ടുള്ളത്. രാജ്യം കടന്നുള്ള സംഭവമായതുകൊണ്ട് ഇത് CBI കൊണ്ട് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം. അതിൽ ബന്ധപ്പെട്ടവർ ഭയപ്പെടേണ്ട കാര്യം എന്താ? ഞാനങ്ങ് ഒരുപാടങ്ങ് പേടിച്ചുപോയി എന്നെല്ലാം പറഞ്ഞാൽ, അങ്ങനെയൊന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് ഇതിനെ ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ശശി തരൂർ MP കോൺഗ്രസിന്റെ വിലപ്പെട്ട നേതാവാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഐക്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും ഇപ്പോൾ പാർട്ടി ലൈനിൽ തന്നെയാണ് തരൂരിന്റെ പോക്കെന്നും അദ്ദേഹം പറഞ്ഞു. ശശി തരൂർ പാർട്ടിക്ക് വിലപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. ഐക്യം എന്ന് പറയുന്നത് നാട് ആഗ്രഹിക്കുന്ന, നാടിന്റെ ആവശ്യമുള്ള മഹത്തരമായ സന്ദേശമാണ്. ആ സന്ദേശമാണ് ഇവിടെ ഇന്ന് സപ്തയിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നിലപാടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും അദ്ദേഹം പാർട്ടി ലൈനനുസരിച്ച് നിൽക്കണം. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ശശി തരൂർ പാർട്ടി ലൈനിന്റെ പൂർണ്ണ ഭാഗമായി നിൽക്കുക എന്ന് പറയുന്നത് വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ശശി തരൂരിനെ പോലുള്ള ഒരാളുടെ പാർട്ടിയിൽ ഉപയോഗിക്കണം തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ചിന്ത. ശശി തരൂരുമായി ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ശശി തരൂർ കോൺഗ്രസിന്റെ MP തന്നെയാണ്. പക്ഷേ തങ്ങളെപ്പോലെ ഒരു പ്രവർത്തകനല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്തകളും പ്രവർത്തികളും വേറിട്ടതാണ്. എന്നാൽ അത് കോൺഗ്രസിനെ ബാധിക്കുന്നതല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹം നമ്മുടെ MP ആണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇപ്പോൾ 2 ദിവസം ശശി തരൂർ ഇവിടെ ഈ ക്യാമ്പിൽ ഫുൾ ടൈം ഉണ്ട്. അദ്ദേഹം കോൺഗ്രസിന്റെ MP ആണ്. പിന്നെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു 100% പാർട്ടിക്കാരനല്ലല്ലോ. മീൻസ് ഞങ്ങളൊക്കെ പോലൊരു പ്രവർത്തകനല്ലല്ലോ അദ്ദേഹം മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ചില കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയും. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് കാരനല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ 2 ദിവസം അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ കൂടി ഇവിടെ ഇരുന്നിട്ട് എല്ലാ കാര്യത്തിലും പങ്കാളിയാണ്.
കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസ് എ അമാനുമായുള്ള അധ്യക്ഷനായുള്ള ബെഞ്ചാണ് 7 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. 2006 മുതൽ 2011 വരെ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന പ്രതികളാണ് മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചത്. തങ്ങളുടെ കാലയളവിൽ നിക്ഷേപകർക്ക് യാതൊരു സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടില്ല, നയപരമായ കാര്യങ്ങളിലൊന്നും ഇടപെടൽ നടത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ മുൻകൂർ ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. Thanks to Maxivision Advanced Eye Care Surgery, ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. ഈ നാടിന്റെ ധൈര്യം. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite Plum Cakes. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്യൂറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വറ്റ്, the ultimate dandruff solution. അനശ്വര നിമിഷങ്ങൾക്കായി അനശ്വര സൗന്ദര്യം. The moment a girl becomes a bride. Fulfill your wedding dreams with lightweight elegance. Anashura Jewelers, the queen of lightweights. Adur, Kochi and Kollam. സിനിമാ വിശേഷങ്ങളിലേക്കാണ് നോക്കാം. എന്റർടൈൻമെന്റ് ന്യൂസ്. ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് ഒരുക്കുന്ന വലതുവശത്തെ കളഞ്ഞെന്ന ചിത്രത്തിന്റെ ടീസർ പുറത്ത്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിലെത്തുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ഡിനോ തോമസ് ഈലനാണ്. ഓഗസ്റ്റ് സിനിമ, സിനിഹോളിക്സ്, ബെഡ് ടൈം സ്റ്റോറീസ് തുടങ്ങി ബാനറുകളിൽ ഷാജി നടേശൻ നിർമ്മിക്കുന്ന ചിത്രം ജനുവരി 30 തിയേറ്ററുകളിലെത്തി. രജൻ കൃഷ്ണ നായകനാകുന്ന പഴുതെന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. നടി മോക്ഷ, സോഹൻ, സീനുലാൽ എന്നിവരുടെ സോഷ്യൽ മീഡിയ പേജ് മുഖേനയാണ് പോസ്റ്റർ പുറത്തിറങ്ങിയത്. സാലൻ ജി അലക്സാണ്ടർ ആൻഡ് അക്ബർ എന്നിവർ സംവിധാനം ചെയ്യുന്ന ചിത്രം കൊട്ടക എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഐശ്വര്യ സുഭാഷ് ബാബു എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഒരു മരണത്തിന്റെ പിന്നിലെ സത്യം കണ്ടെത്താൻ നടക്കുന്ന തീവ്രവും യാഥാർത്ഥ്യബോധവുമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ചിത്രം.
നിഖില വിമലിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഫിബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്യുന്ന പെണ്ണ് കേസിന്റെ പുതിയ ലിറിക്കൽ വീഡിയോ പുറത്ത്. പടിതാണ്ട പത്നിയെ എന്ന് തുടങ്ങുന്ന ഗാനം ഫർഹാഷും സിവിയും ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത്. ചിത്രം ജനുവരി 16 പ്രദർശനത്തിനെത്തും. ഹക്കീം ഷാജഹാൻ, രമേഷ് പിഷാരടി, അജു വർഗീസ് എന്നിവരും ചിത്രത്തിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മുകേഷ് ആർ മേത്ത, ഉമേഷ് KR, രാജേഷ് കൃഷ്ണ, CV സാരഥി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഷിനോസാണ്. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ 100 കോടി പിന്നിട്ടു. നിവിൻ പോളി തന്നെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഔദ്യോഗികമായി പങ്കുവച്ചിരിക്കുന്നത്. പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ചിത്രമാണ് സർവമായ. റിലീസ് ചെയ്ത് 10 ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രത്തിന്റെ നേട്ടം എന്നതും ശ്രദ്ധേയമാണ്. ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയകുമാർ, രാജീവ് മേനോൻ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിജയ് നായകനായി എത്തുന്ന ജനനായകൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലറിലെ AI രംഗത്തെ ചൊല്ലിയുള്ള ചർച്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നത്. വിജയ് തോക്കുപയോഗിക്കുന്ന ട്രെയിലറിലെ ഒരു രംഗം AI നിർമ്മിതമാണെന്നും AI വാട്ടർമാർക്ക് ഈ രംഗത്തിൽ കാണാമെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലെ കണ്ടെത്തൽ. 300 കോടി ബഡ്ജറ്റുള്ള സിനിമയ്ക്ക് ഇത്തരം പിഴവുകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിലർ ചോദിക്കുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സിനിമയെ ബാധിക്കില്ലെന്ന നിലപാടിലാണ് വിജയ് ആരാധകർ. രാഷ്ട്രീയ പ്രവേശനത്തിനിറങ്ങുന്ന വിജയുടെ കരിയറിലെ അവസാന ചിത്രമെന്ന വിശേഷത്തോടെയാണ് H. വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ എത്തുന്നത്. ജനുവരി 9 പൊങ്കൽ റിലീസായാണ് ചിത്രം പ്രദർശനത്തിനെത്തുക. വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ്. പൂങ്ങുമൂട് സ്വദേശി രവീന്ദ്രന് 5 ലക്ഷം രൂപ നൽകാനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. പണം 2 മാസത്തിനുള്ളിൽ സർക്കാർ നൽകണം. ഉദ്യോഗസ്ഥരുടേത് ഗുരുതര അലംഭാവമെന്നും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കി. പൂങ്ങുമൂട് സ്വദേശി രവീന്ദ്രൻ 42 മണിക്കൂറാണ് ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയത്. പാലക്കാട് വാളയാറിൽ മോഷണ കുറ്റം ആരോപിച്ച ഛത്തീസ്ഗഡ് സ്വദേശിയായ രാം നാരായണനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. അട്ടപ്പള്ളം സ്വദേശിയാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 9 ആയി. പാലക്കാട് മലമ്പുഴയിൽ 6ാം ക്ലാസ്സുകാരിയെ അധ്യാപകൻ പീഡിപ്പിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെയും കേസ്. പീഡന വിവരം അറിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ സംഭവം ദിവസങ്ങളോളം മറച്ചുവെച്ചുവെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഡിസംബർ 18 അധ്യാപകൻ മദ്യം നൽകി പീഡിപ്പിച്ച വിവരം കുട്ടി സഹപാഠിയോട് പറഞ്ഞത്. അന്ന് തന്നെ സ്കൂൾ അധികൃതരും വിവരം അറിഞ്ഞിരുന്നു. എന്നാൽ പോലീസ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കാൻ പോലും അധികൃതർ തയ്യാറായത്. ഡിസംബർ 19 അധ്യാപകനെതിരെ മാനേജ്മെന്റ് മുഖേന നടപടിയെടുത്തെങ്കിലും ഈ വിവരം പോലീസിലോ ബന്ധപ്പെട്ട അധികൃതരോ അറിയിച്ചില്ലെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ കൊല്ലങ്കോട് സ്വദേശി അനിലാണ് പിടിയിലായത്. പീഡന വിവരം മറച്ചുവെച്ചതിനും അധ്യാപകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിനും അടക്കം സ്കൂൾ അധികൃതർക്കെതിരെ നടപടി ഉണ്ടാകും. സ്കൂളിലെ പ്രധാനാധ്യാപകൻ, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവരോട് DYSP ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്ത രോഗികൾ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ കേസെടുത്ത പോലീസ്. ആശുപത്രി അധികൃതർക്കെതിരെ ചികിത്സാ പിഴവിനും കേസെടുത്തിട്ടുണ്ട്. മരിച്ച രാമചന്ദ്രന്റെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ സൂപ്രണ്ട്, ഡയാലിസിസ് യൂണിറ്റ് ജീവനക്കാർ എന്നിവരെ പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് പോലീസ് അറിയിച്ചു.
വെനസ്വേലയ്ക്ക് പിന്നാലെ കൊളംബിയയിലും ക്യൂബയ്ക്കുമെതിരെ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മയക്കുമരുന്ന് കടത്ത് തടഞ്ഞില്ലെങ്കിൽ ആക്രമിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് കൊളംബിയ. 3 പ്രധാന കൊക്കെയിൻ ഫാക്ടറികൾ കൊളംബിയയിലുണ്ട്. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ മയക്കുമരുന്ന് നിർമ്മാണത്തിൽ പങ്കാളിയെന്നും US പ്രസിഡന്റ് ആരോപിച്ചു. അതിനിടെ വെനസ്വേലയിലെ US ആക്രമണത്തിൽ 32 പൗരന്മാർ കൊല്ലപ്പെട്ടതായി ക്യൂബ വ്യക്തമാക്കി. ക്യൂബയിൽ 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇൻഡോറിലെ മലിനജല ദുരന്തം പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ച മധ്യപ്രദേശ് സർക്കാർ. മലിനീകരണം ഉണ്ടായത് ഒരു ഉറവിടത്തിൽ നിന്നാണോ അതോ ഒന്നിലധികം പോയിന്റുകളിൽ നിന്നാണോ ഉണ്ടായതെന്ന് നിർണ്ണയിക്കാൻ കേന്ദ്ര സംഘം പരിശോധന തുടങ്ങി. പരിശോധനയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ നിന്ന് ജലസാമ്പിളുകൾ ശേഖരിച്ചു. പ്രദേശത്ത് മലിനീകരണത്തിന്റെ വ്യാപനം തടയാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. ശബരിമല വാർത്തയിലേക്ക്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. അയ്യപ്പന് അർച്ചനയായി ശബരിമല സന്നിധാനത്ത് ഭരതനാട്യവും കുച്ചിപ്പുടിയും അവതരിപ്പിച്ച കുരുന്നുകൾ. തിരുവനന്തപുരം നെടുമങ്ങാട് നിന്നുള്ള കുട്ടികളാണ് സന്നിധാനത്ത് നൃത്താർച്ചന നടത്തിയത്. ഹൃതിക, അദ്രിജ കമൽ, ആരാധ്യ ആർ നായർ എന്നിവരാണ് ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും അരങ്ങേറ്റം നടത്തിയത്. വലിയ നടപ്പന്തലിലെ സ്വാമി അയ്യപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അരങ്ങേറ്റത്തിന് ഗുരു നെടുമങ്ങാട് അരുൺ മോഹൻ നേതൃത്വം നൽകി. തൊഴുതു ഞാൻ ഒന്നാം തിരുപ്പടിയണഞ്ഞതു മകന്തകൾ നീങ്ങി പവിത്രമനം കരുണതനഞ്ചാം തിരുപ്പടി കയറിയ മണികണ്ഠൻ നമ്മളിൽ മധുരം നിറച്ചിടും. ശരണമുഖം കല്ലും മുള്ളും കാലദോഷം ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,670 രൂപ, പവന് 1,01,360 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,520 രൂപ, പവന് 84,160 രൂപ. വെള്ളി ഗ്രാമിന് 250 രൂപ, കിലോയ്ക്ക് 2,50,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. കണ്ണൂർ കണ്ണവത്ത് 4 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. തൊടിക്കളത്തെ ഗുഹമുക്കിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിൽ ബോംബുകൾ കണ്ടെത്തിയത്. മരപ്പൊടികൾ നിറച്ച ബക്കറ്റിന് മുകളിൽ 2 സ്റ്റീൽ ബോംബുകളാണ് ആദ്യം കണ്ടത്. പ്രദേശവാസികൾ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കണ്ണവും പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ബക്കറ്റിലെ മരപ്പൊടികൾ നീക്കിയപ്പോൾ ഇതിന്റെ അടിഭാഗത്ത് 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. ഉഗ്രസ്ഫോടന ശേഷിയുള്ള 4 സ്റ്റീൽ ബോംബുകളും അടുത്തിടെ നിർമ്മിച്ച വഴിയാണെന്ന് പോലീസ് പറഞ്ഞു. തൃശൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചിറങ്ങര അടിപ്പാതയുടെ സൈഡ് ഭിത്തി ഇടിഞ്ഞു. JCB ഉപയോഗിച്ച് അടിപ്പാതയുടെ ഭിത്തി ഉറപ്പിക്കുന്നതിനിടയിൽ JCBയുടെ കയ്യിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചതാണ് ഭിത്തി തകരുവാൻ കാരണം. അപകടത്തിൽ JCB ഓപ്പറേറ്റർക്ക് പരിക്കേറ്റ ജീവനക്കാരനെ കൊരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഭിത്തിയുടെ പല സ്ലാബുകളും തെന്നി മാറിയിട്ടുണ്ട്.
പരാതിരഹിത കലോത്സവത്തിന് നിയമനിർമ്മാണം ആവശ്യമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഭാവിയിൽ നിയമനിർമ്മാണത്തെക്കുറിച്ച് ചിന്തിക്കണം. കലോത്സവങ്ങളിൽ അപ്പീലുകൾ കൂടുന്നു എന്നും വിദ്യാർത്ഥികൾക്ക് ഈ വിഷയത്തിൽ വിഷമമുണ്ടാകുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നല്ലവണ്ണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 248 ഇനങ്ങളിൽ 25 വേദികളിലായി 15,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതൊരു 13,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ. ഇനി അപ്പീൽ ജില്ലകളിൽ നിന്നുള്ള അപ്പീലെല്ലാം കൂടെ ചേരുമ്പോൾ 15,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പരാതിരഹിതമായിട്ടുള്ള ഒരു യുവജനോത്സവം നടത്തണമെന്നുള്ള നിലയിലാണ് ആലോചിച്ചിട്ടുള്ളത്. അടുത്ത വർഷം അല്ലെങ്കിൽ ഭാവിയിലോ എങ്കിലും ഇതിനൊരു ചെറിയൊരു നിയമനിർമ്മാണം ആവശ്യമാണെന്ന് കരുതുകയാണ്. എന്ന് മാത്രമല്ല, നിശ്ചയിച്ചിട്ടുള്ള ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ഡിക്ലറേഷൻ എഴുതി വാങ്ങുന്നുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ജഡ്ജസായി ഇരിക്കുന്നവർ പൂർണ്ണമായി പരാതിരഹിതമായിട്ടും കുറ്റമറ്റതായിട്ടും കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ആൾക്കാരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മലയാള ചലച്ചിത്ര നടൻ പുന്നപ്ര അപ്പച്ചൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. വീണു പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തലയിലുണ്ടായ ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് മരണപ്പെട്ടത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുന്നപ്ര സ്വദേശിയായ അദ്ദേഹം മലയാള സിനിമയിലെ വിവിധ തലമുറകൾക്കൊപ്പം പ്രവർത്തിച്ച അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ്. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളിൽ പുന്നപ്ര അപ്പച്ചൻ ഒരു അഭിവാജ്യ ഘടകമായിരുന്നു. അനന്തരം മുതൽ അടൂരിന്റെ മിക്ക ചിത്രങ്ങളിലും അദ്ദേഹം വേഷമിട്ടു. പത്മരാജന്റെ വിഖ്യാത ചിത്രം ഞാൻ ഗന്ധർവൻ, സിബി മലയിലിന്റെ സിന്ദൂരരേഖ, ജലോത്സവം, സത്യൻ അന്തിക്കാടിന്റെ സന്ദേശം, മൈ ഡിയർ മുത്തച്ഛൻ തുടങ്ങി നിരവധി ശ്രദ്ധേയമായ സിനിമകളിൽ അദ്ദേഹം കരുത്തുറ്റ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. തിരികെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ 5 മുതൽ 8 മിനിറ്റ് വരെയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം വഴി MRI സ്കാനിംഗ് സാധ്യമാകുന്ന സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്ററിലെ VPS സ്കാനിൽ ഒരുക്കിയിരിക്കുന്ന അത്യാധുനിക MRI സ്കാൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായി 3D ഇമേജിംഗ് ആൻഡ് പ്രൊപ്പല്ലർ വഴി ചെറിയ ചലനങ്ങളിൽ പോലും മികവാർന്ന ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ്. തികഞ്ഞ സംതൃപ്തി ഉറപ്പു നൽകുന്നതോടൊപ്പം സാധ്യതകളുടെ വലിയ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ, എ യൂണിറ്റ് ഓഫ് തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ്, ഫസ്റ്റ് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇൻ തൃശൂർ. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, തലശ്ശേരി അതിരൂപതയുടെ സംരംഭം, കുന്നോത്ത്, ഇരിട്ടി. Get ready to have your mind tied up. Mr. Made Skazoo from Skazan India. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മരണം. കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി സച്ചിദാനന്ദനാണ് മരിച്ചത്. ഛർദിയെ തുടർന്ന് ഒരാഴ്ചയായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രോഗം ബാധിച്ചത് എവിടെ നിന്നാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല.
മലപ്പുറത്ത് പർദ്ദ ധരിച്ച് വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ സംഭവത്തിൽ പിടികൂടിയ 10 പ്രതികളിൽ 9 പേരെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കേസിൽ മുഖ്യ സൂത്രധാരന്മാരടക്കം 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പാണ്ടിക്കാട് കുറ്റിപ്പുള്ളി സ്വദേശി അബ്ദുവിന്റെ വീട്ടിൽ 5 പേരടങ്ങിയ സംഘം അതിക്രമിച്ചു കയറി മോഷണം നടത്തിയത്. വീട്ടിലെ ബഹളം കേട്ട് നാട്ടുകാർ എത്തിയതോടെ അക്രമി സംഘത്തിലെ 4 പേർ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 10 പ്രതികളും പിടിയിലായത്. കായിക വാർത്തകളിലേക്ക്. ബംഗ്ലാദേശ് താരം മുസ്തഫിസുർ റഹ്മാനെ IPL-ൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ രാജ്യത്ത് IPL-ന്റെ സംപ്രേഷണം വിലക്കി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ. ബംഗ്ലാദേശിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയമാണ് ടെലിവിഷൻ ചാനലുകൾക്ക് നിർദ്ദേശവുമായി വാർത്താക്കുറിപ്പിറക്കിയത്. IPL-ലുമായി ബന്ധപ്പെട്ട എല്ലാ സംപ്രേഷണങ്ങളും പ്രമോഷനുകളും പരിപാടികളുടെ കവറേജും ഉടനടി പ്രാബല്യത്തിൽ നിർത്തിവെച്ചതായും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അങ്ങനെ തന്നെ തുടരുമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്തഫിസുർ റഹ്മാൻ IPL-ൽ നിന്ന് വിലക്കിയ നടപടിക്ക് യുക്തിക്ക് നിരക്കുന്ന ഒരു ന്യായീകരണമില്ലെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഈ തീരുമാനം ബംഗ്ലാദേശിലെ ജനങ്ങളെ ദുഃഖിപ്പിക്കുകയും കോപിപ്പിക്കുകയും ചെയ്തുവെന്നും ബംഗ്ലാദേശ് അറിയിച്ചു. ഇതിന്റെ ഫലമായി ബംഗ്ലാദേശിൽ ഉടനീളമുള്ള എല്ലാ IPL-ലുമായി ബന്ധപ്പെട്ട് നിർത്തിവെക്കാൻ തങ്ങൾ നിർബന്ധിതരായെന്നും പ്രസ്താവനയിൽ പറയും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ റൂബൻ അമോറിമിനെ പുറത്താക്കി. 14 മാസം പരിശീലനത്തിന് ഇരുന്ന ശേഷമാണ് അമോറിമിനെ ടീം അപ്രതീക്ഷിതമായി പുറത്താക്കിയത്. കഴിഞ്ഞ ദിവസം ലീഡ്സ് യുണൈറ്റഡുമായുള്ള മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്ലബ് അധികൃതരുടെ തീരുമാനം. ക്ലബിന്റെ തലപ്പത്തുള്ളവരും അമോറിമും തമ്മിലുള്ള ബന്ധം വഷളായതാണ് പരിശീലകന്റെ പെട്ടെന്നുള്ള പുറത്താക്കലിലേക്ക് നയിച്ചത്. ജനുവരി വിൻഡോയിൽ പുതിയ താരങ്ങളെ എത്തിച്ച ടീമിന്റെ നില മെച്ചപ്പെടുത്താനുള്ള നീക്കത്തിലായിരുന്നു അമോറിം. സ്പോർട്ടിംഗ് ലിസ്ബൺ പരിശീലകനായിരുന്ന അമോറിം 2024 നവംബറിലാണ് യുണൈറ്റഡ് പരിശീലകനായി ചുമതലയേൽക്കുന്നത്. ആദ്യ സീസണിൽ ടീമിനെ യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ വരെ എത്തിക്കാൻ അമോറിമിന് സാധിച്ചെങ്കിലും ലീഗിൽ സർവകാല മോശം പൊസിഷനിലാണ് ടീം ഫിനിഷ് ചെയ്തത്. 38 മത്സരങ്ങളിൽ 11 എണ്ണത്തിൽ മാത്രം ജയിച്ച യുണൈറ്റഡ് 42 പോയിന്റോടെ 15ാം സ്ഥാനത്തായിരുന്നു. കോഴിക്കോട് വെച്ച് നടന്ന സെക്കൻഡ് ഓൾ കേരള ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ഓപ്പൺ ടൂർണമെന്റിൽ അണ്ടർ 45 കിലോ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി അർജുൻ KS. അന്തിക്കാട് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അർജുൻ. കളരിയിലും നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള അർജുൻ പ്രാചീന കേരള കളരി സംഘം നടുവിൽ കരയിലെ വിദ്യാർത്ഥിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇടപെട്ട സംസ്ഥാന സർക്കാർ. രേഖകൾ കൈവശമില്ലാത്തവർക്ക് സർക്കാർ സഹായം നൽകും. രേഖകൾ അനുവദിക്കാൻ ഫീസ് ഈടാക്കില്ല. ഹിയറിംഗ് രേഖകൾ അതിവേഗം ലഭ്യമാക്കാനും ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രേഖകൾ കൈവശമില്ലാത്തവർക്ക് സർക്കാർ സഹായം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും വളരെ നിർണായകമായ അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ തന്നെയാണ് ഇതിലുള്ളത് എന്നതാണ് കാണേണ്ട ഒരു കാര്യം. രേഖകൾ കൈവശമില്ലാത്തവർക്ക് വളരെ വേഗത്തിൽ രേഖകൾ ലഭ്യമാക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിയറിംഗിന് രേഖകൾ അതിവേഗം ലഭ്യമാക്കും എന്നതാണ് പറയുന്നത്. എന്തായാലും ഇനി SIR-മായി ബന്ധപ്പെട്ട ഇനി ഹിയറിംഗ് നടക്കാനിരിക്കുകയാണ്. പട്ടികയ്ക്ക് പുറത്തുള്ളവർ അവരെ ഉൾപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളടക്കം നടത്തേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഹിയറിംഗ് നടത്തുമ്പോൾ അനിവാര്യമായ രേഖകളെല്ലാം തന്നെ ഹാജരാക്കേണ്ട സാഹചര്യമെല്ലാം ഉണ്ട്. ഇത്തരത്തിൽ രേഖകൾ കൈവശമില്ലാത്തവർക്ക് രേഖകൾ ലഭ്യമാക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിയറിംഗിന് രേഖകൾ അതിവേഗം ലഭ്യമാക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയെന്നതാണ് കാണേണ്ട ഒരു കാര്യം. കൂടാതെ ഈ രേഖകൾ അനുവദിക്കുന്നതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നും ഈടാക്കില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ BLOമാർ ഇല്ലാത്ത ബൂത്തുകളിൽ ഉടൻ നിയമനം നടത്തും. SIR ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം പാടില്ലെന്നും കൂടാതെ
മുൻകൂർ അനുമതി ഇല്ലാതെ അവധി അനുവദിക്കരുത് എന്ന കാര്യം കൂടി സർക്കാർ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടികൾക്ക് സർക്കാർ തീരുമാനമെടുത്തു. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. രേഖകൾ കിട്ടാൻ ഒരു ഫീസും ഈടാക്കുന്നതല്ല. ഏതെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ അത് ഈ കാലയളവിൽ ഒഴിവാക്കുമെന്നതാണ് ഈ കുറിപ്പിൽ പറയുന്നത്. കൂടാതെ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനായി മതിയായ സഹായ കേന്ദ്രങ്ങൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ജില്ലാ കളക്ടർമാർക്ക് ചുമതല നൽകി. കൂടാതെ ഹിയറിംഗ് കേന്ദ്രങ്ങളിൽ ആവശ്യമെങ്കിൽ വോളണ്ടിയർമാരുടെ സേവനവും മതിയായ ഹിയറിംഗ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പുവരുത്തേണ്ടതാണ്. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം എല്ലാ സഹായ കേന്ദ്രങ്ങളിലും സജ്ജീകരിക്കും. അക്ഷയ സെന്ററുകൾ ഈടാക്കുന്ന ഫീസ് ലഘൂകരിക്കാൻ IT വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ കരട് പട്ടികയിൽ നിന്ന് വിട്ടുപോയ അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനായുള്ള ബോധവൽക്കരണം നടത്തും. K-സ്മാർട്ട് വഴി ലഭ്യമാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾക്ക് കാലതാമസം നേടുകയാണെങ്കിൽ അത് നേരിട്ട് പഞ്ചായത്ത് മുഖേന ലഭ്യമാക്കുന്ന കാര്യം പരിശോധിക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടെന്നും ക്യാമ്പുകളിൽ ഒരു K-സ്മാർട്ട് ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കുവാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി കുറിപ്പിൽ പറയുന്നു. കൂടാതെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. SCR പ്രക്രിയ അർഹതയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാകണമെന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. എന്നാൽ അതിന് അനുകൂലമായ തീരുമാനങ്ങളെല്ലാം ഉണ്ടായത്. അർഹരായ എല്ലാവർക്കും സമ്മതിദാന അവകാശം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വില്ലേജ് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചത് ഈ പശ്ചാത്തലത്തിലാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുപോയ മുഴുവൻ ആളുകളെയും ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും സർക്കാർ SIR-വുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ വളരെ നിർണായകമായൊരു ഇടപെടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കാണേണ്ടത്. എന്തായാലും രേഖകൾ കൈവശമില്ലാത്തവർക്ക് വളരെ വേഗത്തിൽ രേഖകൾ ഹിയറിംഗിന് ഹാജരാക്കുന്നതിനായി രേഖകൾ ലഭ്യമാക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ രേഖകൾക്ക് ഫീസ് ഈടാക്കില്ല, രേഖകൾ അനുവദിക്കാൻ ഫീസ് ഈടാക്കില്ല എന്നൊരു കാര്യം കൂടി ഇതോടെ പറയുന്നു. കൂടാതെ BLOമാർ ഇല്ലാത്ത ബൂത്തുകളിൽ ഉടൻ നിയമനം നടത്തുമെന്നും ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കൊച്ചി ഹാർബറിൽ തൊഴിലാളികൾ തമ്മിൽ സംഘർഷമുണ്ടായി എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. സംഭവത്തിൽ ഒരാൾക്ക് വെട്ടേറ്റിട്ടുണ്ട്. ജോസഫ് വിൻസെന്റ് എന്ന തൊഴിലാളിക്കാണ് വെട്ടേറ്റതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വെട്ടി അബിൻ ഷാ എന്ന തൊഴിലാളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊച്ചിൻ ഹാർബറിലാണ് ഇത്തരത്തിൽ തൊഴിലാളികൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജോസഫ് വിൻസെന്റ് എന്ന തൊഴിലാളിക്കാണ് വെട്ടേറ്റത്. വെട്ടിയ അബിൻ ഷാ എന്ന തൊഴിലാളിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും കൊച്ചിൻ ഹാർബറിലാണ് തൊഴിലാളികൾ തമ്മിൽ ഒരു സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു എന്നൊരു വാർത്ത ലഭിക്കുന്നത്. ഇത് സംഘർഷത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ കാരണം എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും തൊഴിലാളിയായ ജോസഫ് വിൻസെന്റ് എന്ന തൊഴിലാളിക്കാണ് ഇത്തരത്തിൽ വെട്ടേറ്റതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെട്ടിയ അബിൻ ഷാ എന്ന തൊഴിലാളിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിനൊടുവിലായിരിക്കും ഈ ഒരു സംഘർഷത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം എന്താണ് എന്ന കാര്യങ്ങളിലടക്കം വ്യക്തത വരികയുള്ളൂ. തിരുവനന്തപുരം വെള്ളനാട് വില്ലേജ് ഓഫീസിൽ പരിശോധന നടത്തി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വിഭാഗം. ഫീൽഡ് ജീവനക്കാരനായ ബിജുവിനെതിരെയുള്ള നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. SHO പ്രദീപിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനയിൽ നിയമലംഘനങ്ങളോ കുറ്റകരമായ കാര്യങ്ങളോ കണ്ടെത്താനായിട്ടില്ലെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം ഫീൽഡ് ജീവനക്കാരനായ ബിജു വിജിലൻസിന്റെ നിരീക്ഷണത്തിലാണെന്നും അധികൃതർ വ്യക്തമാക്കി.